ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കളർകോടുണ്ടായ വാഹനാപകടം നമ്മളെയൊക്കെ വേദനിപ്പിച്ചതാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം കാർ തവിടുപൊടിയായി അതിനുള്ളിലുള്ള വിദ്യാർത്ഥികൾ മരിച്ചത്. ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ കൂടി മരിച്ചു. ആ വിദ്യാർത്ഥിയുടെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച എടത്വ സ്വദേശി ആൽവിൻ ജോർജിൻ്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് എത്തിക്കും. വിദേശത്ത് നിന്ന് ബന്ധുക്കൾ എത്താനുള്ളതിനാൽ പൊതുദർശനത്തിന് ശേഷം എടത്വയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. തിങ്കളാഴ്ചയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതോടെ ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു. നിഷ, വാഹനാപകടത്തിൽ പരിക്കേറ്റ് കിടന്ന വിദ്യാർത്ഥികൾ ഒരാൾ ആണ് മരണപ്പെടുന്നത്. ഇന്ന് പൊതുദർശനം നടക്കുന്നു. സംസ്കാരം ബന്ധുക്കൾ എത്താറുള്ളതിനാൽ സംസ്കാരം തിങ്കളാഴ്ചയാണ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ നിഷ ദിലീപ്. വിനോദ് കൃഷ്ണരാജ്, നമസ്തേ. അതായത് ഈ കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ആൽവിൻ ജോർജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഇന്നലെ വൈകിട്ട് 4:30 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ആൽവിൻ്റെ മൃതദേഹം ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. 10 മണിയോടുകൂടി ആൽവിൻ പഠിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പൊതുദർശനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പൊതുദർശനത്തിന് ശേഷം എടത്വയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും. ആൽവിൻ്റെ ബന്ധുക്കൾ വിദേശത്തുള്ളവർ ധാരാളം പേരുണ്ട്. അവർ എത്തിയതിനു ശേഷം തിങ്കളാഴ്ചയായിരിക്കും സംസ്കാരം നടക്കുക എന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ആൽവിൻ്റെ അച്ഛൻ കൊച്ചുമോൻ ബുധനാഴ്ച രാവിലെ തന്നെ ഈ അപകടം നടന്നതിന് പിറ്റേ ദിവസം തന്നെ വിദേശത്തായിരുന്നു അദ്ദേഹം എത്തുകയും ബുധനാഴ്ച രാവിലെ ആൽവിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആൽവിൻ. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ കെയർ സംവിധാനമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. എങ്കിൽ പോലും പിന്നീട് അവിടെ എത്തിച്ചെങ്കിലും ആൽവിൻ്റെ നിലയിൽ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഇന്നലെ 4:30 ആൽവിൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടുകൂടി ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം, ഈ അപകടത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയ ആളെ ഇന്ന് വിശദമായി തന്നെ മോട്ടോർ വാഹന വകുപ്പ് ചോദ്യം ചെയ്യും. കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാഹനം ഓടിച്ച ഗൗരീശങ്കറിൻ്റെ മൊഴി പ്രകാരം 1000 രൂപ നൽകി വാടകയായിട്ട് ടവേരക്കാരന് വാടകയായി 1000 രൂപ നൽകിയെന്നാണ്. പക്ഷേ വാഹന ഉടമ അത് നിഷേധിച്ചിരുന്നു. ഇന്നലെ വീണ്ടും അദ്ദേഹം വാടകയ്ക്കല്ല നൽകിയത്, സൗഹൃദത്തിൻ്റെ പേരിലാണ് നൽകിയെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്തായാലും ഒന്നുകൂടി വിശദമായി മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹന ഉടമയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ആൽവിൻ ജോർജിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 10 മണിയോടുകൂടി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആൽവിൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി വയ്ക്കും. അതിനുശേഷമായിരിക്കും എടത്വയിലെ വീട്ടിലേക്കല്ല എടത്വയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. തിങ്കളാഴ്ച സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിനോദ്, നിഷ, ഒരു കാര്യം കൂടി, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബാക്കി വിദ്യാർത്ഥികളുടെ ആരോഗ്യനില, അതേപ്പറ്റിയുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? വിനോദ്, 4 പേരാണ് ഇപ്പോൾ 4 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ ആരോഗ്യനില നേരത്തെ തന്നെ ആശങ്കാവഹമൊന്നും ആയിരുന്നില്ല. മറ്റ് 2 പേർ കൂടി ഗുരുതരാവസ്ഥയിലായിരുന്നു. ആനന്ദ്, മനു, കൃഷ്ണദേവ്. ഇവർ 2 പേരുടെയും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നില മെച്ചപ്പെട്ടുവെന്നാണ് മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ 2 പേർക്ക് സാരമായ പരിക്ക് ഏൽക്കാതിരുന്ന 2 പേരുണ്ട്. അവർക്ക് പക്ഷേ തോളലിനും തുടയിലിനും ഒക്കെ പൊട്ടലുകളുണ്ട്. അതിലൊരാളുടെ തോളലിൻ്റെ ശസ്ത്രക്രിയ ഇന്ന് നടക്കും. മറ്റൊരാളുടെ ശസ്ത്രക്രിയ പിന്നീട് ഇയാളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കൃഷ്ണദേവ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. കൃഷ്ണദേവനെ ഇപ്പോഴും ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണ്. ക്രിട്ടിക്കൽ കെയർ വിദഗ്ധൻ്റെ സേവനമടക്കം ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ കെയർ വിദഗ്ധൻ ദിവസവും വിദ്യാർത്ഥികളെ പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ നില മെച്ചപ്പെടുന്നതനുസരിച്ച് ഇവരുടെ കൈകാലുകൾക്കൊക്കെ ഒടിവുണ്ട്. അത്ര വലിയ ഒരു അപകടമായിരുന്നു ഉണ്ടായത്. കൈകാലുകൾക്കൊക്കെ ഒടിവുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർജറികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ചായിരിക്കും അത്തരം നടപടികളിലേക്കൊക്കെ പോവുക. എന്തായാലും നിലവിൽ നൽകാൻ കഴിയുന്ന വിവരം, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നത് തന്നെയാണ്. വിനോദ്.